അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഒരു പെണ്ണും പാവം പൂച്ചയും എന്ന ഒരു ചെറിയൊരു കഥയാണ്. പണ്ടൊരു പെണ്ണ് ഒരു പൂച്ചയെ വളർത്തിയിരുന്നു. വളരെ ക്രൂരമായിട്ടാണ് അവൾ അതിനോട് പെരുമാറിയത്. ഒരു നാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദുഷ്ടയുടെ കഥ അനുചരന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അവൾ ആ പൂച്ചയെ നിർഭയം ദ്രോഹിച്ചിരുന്നു. ആഹാരം പോലും ശരിക്കും കൊടുത്തിരുന്നില്ല. പ്രവാചകൻ തുടർന്നു, ഇത് കാരണം ആ പൂച്ച മെലിഞ്ഞു വന്നു. അതിൻ്റെ രോമമെല്ലാം കൊഴിഞ്ഞു തുടങ്ങി. പൂച്ചയുടെ ഉടമസ്ഥ ഒരു മുൻകോപിയായിരുന്നു. ശുണ്ഠി വരുമ്പോഴെല്ലാം അവൾ ആ പൂച്ചയെ ഉമ്മറത്തേക്ക് തൂക്കിയെറിയും. കൊടും തണുപ്പുള്ള രാത്രികളിൽ പാവം പൂച്ച പലപ്പോഴും തെരുവിൽ നട്ടം തിരിയേണ്ടി വന്നു. ക്രമേണ പൂച്ച യജമാനത്തിയെ കണ്ടാൽ പേടിച്ച് വിറക്കാൻ തുടങ്ങി. അവരുടെ നിഴൽ കണ്ടാൽ മതി, സാധു ഭയന്നു നിലവിളിച്ചു വല്ല മേശക്കടിയിലും പോയിക്കൊള്ളും. ആ പെണ്ണിൻ്റെ അയൽവാസികൾക്കൊന്നും ഈ പ്രവൃത്തി തീരെ ഇഷ്ടമില്ലായിരുന്നു. ഒരു ദിവസം ഒരയൽക്കാരൻ അവളെ കാണാൻ ചെന്നു. നിങ്ങൾ ആ പൂച്ചയോട് കടും കൈയാണ് ചെയ്യുന്നത്. അയാൾ പറഞ്ഞു, നമ്മളെപ്പോലെ തന്നെ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയല്ലേ അതും. നിങ്ങൾ അവിടെ നിന്ന് പോകുന്നുണ്ടോ? ആ പെണ്ണ് അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ മനുഷ്യ? ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. എൻ്റെ പൂച്ചയോട് ഞാൻ തോന്നിയതുപോലെ പെരുമാറും. അതിന് നിങ്ങൾക്കെന്ത് ഖേദം? അയൽക്കാരന് വളരെ ദുഃഖം തോന്നി. അയാൾ ആ ദുഷ്ടതയിൽ നിന്ന് പൂച്ചയെ രക്ഷിക്കാനുള്ള വഴി എന്തെന്ന് ചിന്തിച്ചു. വീട്ടിൽ തിരിഞ്ഞെത്തിയ ശേഷം രാത്രിയാവാൻ കാത്തിരുന്നു. സദ്യ കഴിഞ്ഞപ്പോൾ പതിവ് പോലെ ആ സ്ത്രീ പൂച്ചയോട് പറയുന്നത് കേട്ടു, പോ അസത്തെ, പുറത്ത്, വൃത്തികെട്ട ജന്തു. അവൾ അട്ടഹസിച്ചു. ഇന്നു ഞാൻ നിന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കും, ആ പെണ്ണ് പൂച്ചയോട് പറഞ്ഞു. തുടർന്നവൾ ഉമ്മറവാതിൽ തുറക്കുന്ന ശബ്ദവും അയൽവാസി കേട്ടു. പിന്നെ ദീനമായ ഒരു നിലവിളിയോടെ മുറ്റത്തു വീണ പൂച്ച നിരത്തിലൂടെ ഓടുന്നതാണ് കണ്ടത്. വാതിൽ ശക്തിയായി വലിച്ചടക്കുന്ന ഒച്ചയും. ആ പെണ്ണ് ഇനിയും വാതിൽ തുറന്ന് പുറത്തു വരുമോ എന്നറിയാൻ അയൽവാസി കുറച്ച് കാത്തു. എന്നിട്ട് വേഗം തെരുവിലേക്ക് ഇറങ്ങി. പൂച്ച അപ്പോഴേക്കും യജമാനത്തിയുടെ വീട്ടുപടിക്കൽ തന്നെ തിരിച്ചെത്തിയിരുന്നു. തനിക്ക് വേണ്ടി ഇനിയും വാതിൽ തുറന്നേക്കുമെന്ന് വെറുതെ പ്രതീക്ഷിച്ച് ആ പാവം കണ്ണീരോടെ കാത്തിരിക്കുകയായിരുന്നു. യജമാനത്തിയുടെ വീട്ടുവാതിൽക്കൽ കണ്ണുനട്ട് ദയനീയമായി കരഞ്ഞുകൊണ്ടുള്ള ആ ഇരിപ്പ് കണ്ട് നല്ലവനായ അയൽവാസിയുടെ കരളലിഞ്ഞുപോയി. അയാൾ ഓടിച്ചെന്ന് വാരിയെടുത്ത്, ഓ നീ വല്ലാത്ത ക്ഷീണിച്ചു പോയല്ലടാ മോനെ എന്നും പറഞ്ഞ് വാത്സല്യപൂർവ്വം അതിനെ തലോടിക്കൊണ്ടിരുന്നു. സ്നേഹത്തിൻ്റെ സ്പർശനമേറ്റപ്പോൾ തന്നെ പൂച്ച കരച്ചിൽ നിർത്തി. വാ, നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം. നിനക്ക് ഞാൻ വയറു നിറച്ച് ആഹാരം തരാം എന്ന് പറഞ്ഞ് അയാൾ പൂച്ചയുമായി തിരിച്ചു നടന്നു. വീട്ടിലെത്തി ഒരു പാത്രത്തിൽ ഭക്ഷണമെടുത്ത് പൂച്ചയുടെ മുമ്പിലേക്ക് നീട്ടിവെച്ചു. വളരെ ആർത്തിയോടെ അത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. പാത്രം കാലിയായപ്പോൾ അയാൾ വീണ്ടും വിളമ്പിക്കൊടുത്തു. പാവം അതും കഴിച്ചു. ആ മനുഷ്യൻ പിന്നെയും പൂച്ചയ്ക്ക് ആഹാരം കൊടുത്തു. അവസാനം വിശപ്പടങ്ങിയ ആ പൂച്ച അവിടെ വീട്ടിൽ തന്നെ സുഖമായി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഉമ്മറത്ത് പൂച്ചയെ കാണാത്തത് ആ മൂദേവിക്ക് കലി വന്നു. അവൾ അതിനെ എല്ലായിടത്തും തിരഞ്ഞു. തെരുവിലും ചന്തയിലുമെല്ലാം അന്വേഷിച്ചു. എവിടെ കണ്ടെത്താൻ അവൾക്ക് ശുണ്ഠി മൂത്തു. പൂച്ചയെ ആരോ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്, അവൾ സ്വയം പറഞ്ഞു. പിന്നീടാണ് തലേ ദിവസം തന്നെ ഉപദേശിക്കാൻ വന്ന അയൽക്കാരനെക്കുറിച്ച് ഓർത്തത്. ആ പഹയൻ തന്നെയായിരിക്കണം. അവൾ വേഗം അയൽ വീട്ടിലേക്ക് ഓടി. അയൽക്കാരൻ വാതിൽ തുറന്നു. എനിക്കറിയാം, നിങ്ങൾക്ക് തന്നെയാണ് എൻ്റെ പൂച്ചയെ കട്ടത്, കരിങ്കള്ളൻ. എനിക്കിപ്പോൾ തന്നെ എൻ്റെ പൂച്ചയെ കിട്ടണം, അവൾ ഒരു മര്യാദയുമില്ലാതെ പറഞ്ഞു. ഇല്ല, നിങ്ങൾ ക്രൂരിയാണ്. ഒരു പൂച്ചയെ വളർത്താൻ നിങ്ങൾക്ക് അർഹതയില്ല, അയാൾ പറഞ്ഞു. അത് പറയാൻ നിങ്ങളാരാ? മര്യാദയ്ക്ക് എൻ്റെ പൂച്ചയെ തരുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അവൾ കോപം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. മേലിൽ പൂച്ചയെ നന്നായി വളർത്തിക്കൊള്ളാമെന്ന് വാക്കു തരാമെങ്കിൽ ഞാൻ ഇതിനെ നിങ്ങൾക്ക് തിരിച്ചു തരാം, ഒടുവിൽ അയാൾ പറഞ്ഞു. ഗത്യന്തരമില്ലാതെ അവൾക്കത് സമ്മതിക്കേണ്ടി വന്നു. വാക്കാണല്ലോ? അയൽവാസി ചോദിച്ചു. അതെ, വാക്ക്, അവൾ തല കുനിച്ചു. നന്നായി ഭക്ഷണം കൊടുക്കണം. ശുണ്ഠി വരുമ്പോൾ പൂച്ചയോട് തീർക്കരുത്. രാത്രി പുറത്തേക്ക് വലിച്ചെറിയരുത്. എല്ലാം ഓർമ്മയുണ്ടല്ലോ?
തീർച്ചയായും. അവൾ ചിരി അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്നു മുതൽ ഞാനിതിനെ നന്നായി വളർത്തിക്കൊള്ളാം. ആ സ്ത്രീ വാക്ക് പാലിച്ചോ? ഇല്ല. അശേഷം പാലിച്ചില്ല. അവൾക്കതിനുദ്ദേശമുണ്ടായിരുന്നില്ല. പൂച്ചയെ തിരിച്ചു കിട്ടാൻ അയൽവാസിയോട് മനഃപൂർവ്വം കളവ് പറയുകയായിരുന്നു. പൂച്ചയുമായി വീട്ടിൽ തിരിച്ചെത്തിയ അവൾ അതിനോട് മുമ്പത്തേക്കാളും ക്രൂരമായി പെരുമാറി. കരുത്തിൽ തുടലിട്ട് അവൾ ആ പാവത്തിനെ ഒരു കസേരയിലേക്ക് കെട്ടിയിട്ടു. ഭക്ഷണം പോയിട്ട് പച്ചവെള്ളം പോലും കൊടുത്തില്ല. അനേക ദിവസം പട്ടിണി കിടന്ന് ഒടുവിൽ ആ സാധുമൃഗം ചത്തുപോയി. ഓ, എന്തൊരു ക്രൂരത! പ്രവാചകൻ്റെ ഒരനുചരൻ അത്ഭുതം പ്രകടിപ്പിച്ചു. ഒരു പെണ്ണിന് ഇത്രയ്ക്ക് ദുഷ്ടയാവാൻ കഴിയുമോ? മറ്റൊരാൾ ചോദിച്ചു. അതെ, പ്രവാചകൻ പറഞ്ഞു. ഈ ചെയ്ത മൂലം അവൾ ദൈവകോപം സമ്പാദിച്ചു വെച്ചു. പണ്ട് ദാഹിച്ചു വലിഞ്ഞ ഒരു നായയുടെ അലിവ് കെട്ടിയതിനാൽ ഒരാൾക്ക് പാപമോചനം കിട്ടിയ കഥ പറഞ്ഞില്ലേ? അതുപോലെ ഒരു സാധുജീവിയോട് ക്രൂരത കാട്ടിയതിനാൽ അവളെ അള്ളാഹു നരകത്തിലേക്ക് എറിയുക തന്നെ ചെയ്യും. ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. മൃഗങ്ങളോട് നമ്മൾ കാരുണ്യം കാണിക്കണം. നമ്മളുടെ വീട്ടിൽ വരുന്ന പൂച്ചയെ നമ്മൾ ദ്രോഹിക്കരുത്. അതിന് നമ്മൾ കഴിയുമെങ്കിൽ നമ്മൾ നല്ല ഭക്ഷണം തന്നെ കൊടുക്കുക. നമ്മൾക്ക് വേണ്ടാത്ത മുള്ളും എല്ലും കൊട്ടുമല്ല അതിന് കൊടുക്കേണ്ടത്. നമ്മൾ തിന്നുന്ന ഭക്ഷണത്തിൽ നല്ല ഭക്ഷണം തന്നെ ആ പൂച്ചക്ക് ഇട്ട് കൊടുക്കുക. കാരണം ഒരു പൂച്ചക്ക് ഭക്ഷണം കൊടുത്ത കാരണം, അല്ലെങ്കിൽ ഒരു നായക്ക് ഭക്ഷണം കൊടുത്ത കാരണം, നായക്ക് വെള്ളം കൊടുത്ത കാരണം, കാക്കക്ക് വെള്ളം കൊടുത്ത കാരണം കൊണ്ട് സ്വർഗത്തിൽ പോകാൻ അതൊരു ഇടയാകും. അല്ലാഹു തആല നമുക്ക് നല്ല നിലയിൽ ജീവിക്കാൻ, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ള ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.